ഹായ്! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് നമ്മുടെ കമന്റ് ബോക്സിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 700 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാൻ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഇതുപോലുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു 400 സ്ക്വയർ ഫീറ്റ് മുതൽ 2800, 3000 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 300ഓളം പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ടാണ്. തൃശ്ശൂരിലാണ്, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അത് ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അവർ തന്നെ നമുക്കതിൻ്റെ പൊസിഷനുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കിച്ചൺ ഇന്ന സ്ഥലത്ത് വരണം, അതുപോലെ സിറ്റ് ഔട്ട്, ലിവിങ്, ബെഡ്റൂമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാനല്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് വളരെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് നമ്മളതൊരു ഓട്ടോക്യാഡ് പ്ലാൻ ആക്കിയിട്ട് അവിടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, അതുപോലെ പെർമിറ്റ് എടുത്ത് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ 3D കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്ലാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് അതൊരു എങ്ങനെയാണത് വന്നത് എന്നുള്ളതും ചെറുതായിട്ട് അതെങ്ങനെയാണ് വരച്ചതെന്നുള്ളതും കൂടി കാണിച്ചു തരാം. അത് സിമ്പിളായിട്ടൊരു പ്ലാനാണ്. അപ്പോൾ ഇത് 3 സെൻറ്റിലും താഴെയുള്ള പ്ലോട്ടുകളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതെനിക്കൊരു 3.5 സെൻറ്റ് മേലെയുള്ള ഒരു പ്ലോട്ടിലാണ് ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ എന്താ പറയുക 3D ഒന്നും അതിൽ ചെയ്തിരുന്നില്ല. കാരണം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റെയർ റൂമൊന്നും ഉൾപ്പെടുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ 2 ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം മാത്രമായിട്ടുള്ള 2 ഓപ്ഷൻസ്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ സൈറ്റ് പ്ലാൻ കിട്ടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബിൽഡിംഗ് റൂൾ പ്രകാരം സെറ്റ് ബാക്കുകൾ വിടേണ്ടതുണ്ട്, മുൻവശത്തും അതുപോലെ 4 വശങ്ങളിലും. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്ലാൻ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു വശത്തായിട്ട് കിച്ചൺ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ കിച്ചൺ, ഈ പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. അപ്പോൾ ഒരു പാർക്കിംഗ് സ്പേസ് എന്നുള്ളത് രീതിയിൽ ഇവിടെ ആണ് പാർക്കിങ്ങിന് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പോർച്ച് പോലെ ഈ ഒരു കോർണറിലായിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് അടുത്തായിട്ട് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളാണ് അടുത്ത് വരുന്നത്. 2 ബെഡ്റൂമുകൾ ആണ് ഈ ഒരു പ്ലാനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും ഈ ഒരു വശത്തായിട്ട് 2 കോർണറിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ട് ബാത്റൂം, ഒരു ബാത്റൂമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അതിൽ 2 ബാത്റൂം വരുന്നുണ്ട്. രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു കോമൺ ബാത്റൂം എന്നുള്ള രീതിയിലും ഒരു പ്ലാൻ, ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇതിൽ 700 സ്ക്വയർ ഫീറ്റ് വിട്ട് പോകരുത് എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. 700 താഴെ വന്നാലും കുഴപ്പമില്ല, പക്ഷേ 700 ഒരിക്കലും ക്രോസ് ചെയ്ത് പോകരുതെന്നുള്ളത് ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാനിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 700 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന 2 ബെഡ്റൂം ഉള്ളൊരു നമ്മൾ ബഡ്ജറ്റ് വളരെ റേറ്റ് കുറവിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാൻ, ഒരുപാട് കട്ടിങ്ങുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാൻ എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്ലാൻ വരുന്നത്. നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് ആണ് 318-140 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ലിവിംഗ് കം ഡൈനിങ് ഹാളാണ് 300-496 സെൻറ്റിമീറ്റർ എന്നാണ്. അടുത്തത് കിച്ചൺ 300-300 സെൻറ്റിമീറ്റർ. ബെഡ്റൂമുകൾ രണ്ടും സെയിം അളവ് തന്നെയാണ്, 300-310 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ പ്ലാനിൽ ഈ ഒരു പ്ലാനിനേക്കാളും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അളവുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു 700 സ്ക്വയർ ഫീറ്റൊന്നും കുറച്ച് താഴ്ത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അളവുകളിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു 10 സ്ക്വയർ ഫീറ്റൊക്കെ കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 685 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്.